ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൊബൈൽ ഫോണിലൂടെ നമ്മൾ ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്, നമ്മുടെ യൂട്യൂബ് പ്രൊഫൈലിൻ്റെ പിക്ചർ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തൊരു കാര്യമാണ്, എങ്ങനെ നമ്മുടെ യൂട്യൂബ് പ്രൊഫൈൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലിൻ്റെ എങ്ങനെ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് നിരവധി ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ, യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ലുക്കിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലിൻ്റെ ലോഗോ, അത് യൂട്യൂബിൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫേസ്ബുക്കിലേക്കോ നിങ്ങൾ എന്തിലേക്ക് വേണമെങ്കിലും, നിങ്ങളൊരു ജേഴ്സി അടിപ്പിക്കുന്ന സമയത്ത് അതിനൊരു ലോഗോ വേണം, നിങ്ങൾക്ക് എവിടെ ലോഗോ യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ഫോണിലൂടെ തന്നെ ₹1 പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. കാരണം ഓരോ സ്റ്റെപ്പും നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്രീ ആയിട്ടുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ലോഗോ നമുക്ക് പ്രൊഫഷണൽ രീതിയിൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോനെക്കുറിച്ചുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും അതും രേഖപ്പെടുത്തുക. യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് വൈറൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വൈറലായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ നല്ല റിവ്യൂസും നല്ല കമൻസും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, നല്ല ലൈക്സും ഷെയറും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ 1000 സബ്സ്ക്രൈബർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ 4000 വാച്ചവേഴ്സ് ഉണ്ടാക്കാം എന്നുള്ള കിടിലൻ ടിപ്പുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്തുണ്ട്. അപ്പോൾ തീർച്ചയായും ആ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത്, അതായത് പ്രൊഫഷണൽ രീതിയിൽ ലോഗോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈലിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ള ഫുൾ ടിപ്പ് ഞാനിന്ന് പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്നത് പോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബ് ചാനലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ട് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. നമുക്ക് പ്രൊഫൈൽ പിക്ചർ നമ്മുടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇമേജസോ, നമ്മൾ ഫോണിൽ എടുക്കുന്ന ഇമേജസോ, അല്ലെങ്കിൽ ഒരു ലോഗോയോ, നമ്മുടെ ചാനലിൻ്റെ പേര് വെച്ചുള്ള ഒരു ലോഗോയോ, എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എവിടെയാണ് യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ ഈ ഒരു എഡിറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ എവിടെയായിട്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇതാണ് ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു സർക്കിളിൽ കാണുന്ന ഇമേജാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് കാണുന്നത്. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ പ്രൊഫൈൽ പിക്ചറാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ കാണുന്നവർ ജസ്റ്റ് എൻ്റെ പ്രൊഫൈൽ പിക്ചറിലേക്ക് നോക്കും, എൻ്റെ പ്രൊഫൈൽ പിക്ചർ തന്നെയാണോ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് നോക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിനും വ്യൂസിനും നമ്മുടെ ചാനലിനെ ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിരവധി ആളുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും അതുപോലെ വെബ്സൈറ്റൊക്കെ യൂസ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് പ്രൊഫൈൽ പിക്ചറൊക്കെ എഡിറ്റ് ചെയ്തും അല്ലെങ്കിൽ ലോഗോ മേക്ക് ചെയ്തും ഒക്കെ ലാസ്റ്റ് വരെ എത്തും. പക്ഷേ അവസാനം ആയി കഴിയുമ്പോഴത്തേനും ഒരു പ്രശ്നം പറ്റും. അതിൽ ഒന്നില്ലെങ്കിൽ പെയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ലോ ക്വാളിറ്റി ഇമേജസ് ആയിരിക്കും ഡൗൺലോഡായി കിട്ടുകയുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമുക്ക് വളരെ എളുപ്പത്തിന് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനുണ്ട്. നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറും അതുപോലെ ഈ ബാനറും എല്ലാം ക്രിയേറ്റ് ചെയ്തത് ഒറ്റ ആപ്ലിക്കേഷനിലൂടെയാണ്, ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ. നിരവധി എഡിറ്റിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും ഇമേജസ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെയും യൂട്യൂബ് ബാനർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോസ് ക്യാൻവയിലൂടെ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോസ് ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ആ വീഡിയോസ് ഒന്ന് പോയി കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് ക്യാൻവയിലൂടെ
ഓരോ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. വീഡിയോ ആണെങ്കിലും ഇമേജസ് ആണെങ്കിലും എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള അടിപൊളി വീഡിയോസാണ് നമ്മളതിൽ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ ഒരു ലോഗോ ആക്കി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കൊടുത്ത് ജിമെയിൽ അക്കൗണ്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. കൂടുതൽ നിങ്ങൾ ഇതിൻ്റെ പ്രൊഫഷണൽ, അതായത് ഇതിൻ്റെ പ്രോ വേർഷനൊന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ രീതിയിലുള്ള യൂട്യൂബ് ചാനൽ പ്രൊഫൈൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കണ്ടോളൂ. അപ്പോൾ ഞാൻ ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ക്യാൻവ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിൻ്റെ സ്ക്രീൻ റേഷ്യോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് കസ്റ്റം റേഷ്യോയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലോഗോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗോ എന്ന് പറഞ്ഞ് കാണാം. യുവർ ബ്രാൻഡ്, അതായത് ലോഗോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാവുന്ന ഇൻ്റർഫേസിലേക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് താഴെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ സാധിക്കും. പിന്നീട് ലോഗോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് തമ്പനെയിലോ യൂട്യൂബ് ബാനറോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ലോഗോ എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 500x500 പിക്സലാണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം സൈസ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കസ്റ്റം സൈസ് എന്ന് പറഞ്ഞ് ടോപ്പിലും കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അവിടെ നിങ്ങൾ സൈസ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റം സൈസിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ കസ്റ്റം സൈസൊന്നും ചെയ്യുന്നില്ല. ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലോഗോയുടെ സൈസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ലോഗോ ക്ലിക്ക് ചെയ്തു. ലോഗോ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു വൈറ്റ് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലോഗോ ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് PNG ഫയലായിട്ടും ഡൗൺലോഡ് ചെയ്യാം. ചെറിയൊരു ആനിമേഷനോട് കൂടി നമ്മുടെ വീഡിയോയുടെ ലോഗോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു ആനിമേഷനുള്ള ഒരു ലോഗോ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഈസി ആയിട്ട് നമുക്കത് എഴുതെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രോ എന്ന് പറയുന്ന വേർഷൻ എന്ന് പറയുന്നത് അത് പ്രീമിയം വേർഷൻ ഉള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ ഈ പ്രോ വേർഷൻ എടുക്കാണ്ടിരിക്കുക, കാരണം അത് പെയ്ഡാണ്. അല്ലാണ്ട് ഈ ഫ്രീ ആയിട്ട് കാണുന്ന ഈ ഓരോ ലോഗോസില്ലേ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലോഗോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലോഗോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അതായത് കളർ ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഈ ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള ഓരോരോ കളർ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ കളർ വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഗ്രേഡിയൻറ്റ് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ നമുക്കിതിൻ്റെ സൈസൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൈസൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫോണ്ട് വേണമെങ്കിൽ ഫോണ്ടും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏത് ടെക്സ്റ്റാണോ അല്ലെങ്കിൽ ഏത് ക്യാരക്ടറാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ TutorVault എന്നല്ല നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ T അടിച്ചു. അതിനുശേഷം വോൾട്ട് എന്ന് പറയുന്ന Kക്ക് പകരം V അടിച്ചു. ഇപ്പോൾ TV, ഇപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്താണ് വന്നിരിക്കുന്നത്. അതും നമുക്ക് സെറ്റ് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ അത് ബാക്ക്വേഡോ ഫോർവേഡോ പോകണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യുക. അതായത് T ബാക്കിലേക്ക് പോകണമെങ്കിൽ ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ ബ്രിങ് ഫോർവേഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഈ V ലെറ്റർ, അതായത് V ക്യാരക്ടർ നമുക്ക് ഫ്രണ്ടിലേക്ക്, ഈ Tയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബ്രിങ് ഫോർവേഡ് എന്ന് പറഞ്ഞു കൊടുക്കുക. ബ്രിങ് ഫ്രണ്ട് ഉണ്ട്. അതുപോലെ നമുക്ക് T ബാക്കിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സെൻഡ് ബാക്ക്വേഡ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇപ്പോൾ V ഫ്രണ്ടിലേക്ക് വന്നു, T ബാക്കിലേക്ക് പോയി. ഇനി നമുക്ക് T തന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് നമുക്കുണ്ടെങ്കിൽ Tയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ബ്രിങ് ഫോർവേഡ് കൊടുക്കണം, അതായത് ഫ്രണ്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ട് ഇവിടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോണ്ട് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ടെക്സ്റ്റ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഹെഡിങ് ആയിട്ട്, അതായത് ബോൾഡായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സബ് ബോൾഡായിട്ട് സെറ്റ് ചെയ്യാം. സബ് ബോൾഡ് അല്ല, സബ് ഹെഡിങ് ആയിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിന് നിങ്ങൾക്ക് ഓരോ ഫോണ്ടും അതിൻ്റെ ആ ഫോണ്ടിൻ്റെ
എഡിറ്റിംഗ് നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കും. അതുപോലെ ആനിമേഷൻ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആനിമേഷൻ കൊടുക്കാം. ടെക്സ്റ്റ് കണ്ടോ, ഇതുപോലെ ആനിമേഷനൊക്കെ നിങ്ങൾക്ക് ഓരോരോ ആനിമേഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ സെക്കൻഡ്സ്, ആനിമേഷൻ്റെ ടൈമിംഗ് സെക്കൻഡ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും മനസ്സിലാവില്ല. അതുപോലെ ടെക്സ്റ്റിൻ്റെ കളർ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ചൂസ് ചെയ്യാം. റെഡ് തന്നെയാണ് കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ റെഡ് തന്നെ കൊടുത്തു. ബോൾഡ് ഫോർമാറ്റ് ഉണ്ട്, അതായത് നമുക്ക് അണ്ടർലൈൻ ചെയ്യണോ, നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്യണോ, അതോ അത് ബോൾഡ് ആക്കണോ, ഇറ്റാലിക് ആക്കണോ, അത് സൈഡിലേക്ക് ചെരിച്ച്, അതായത് ഒരു സൈഡിലേക്ക് ചെരിച്ച് വെക്കണോ, അല്ലെങ്കിൽ അത് സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫോർമാറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പിന്നെ ആ ടെക്സ്റ്റ് സെൻട്രലൈസ്ഡ് ചെയ്യാനും ലെഫ്റ്റ് അലൈൻ ചെയ്യാനും റൈറ്റ് അലൈൻ ചെയ്യാനും അങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് നോക്കുക. അതുപോലെ എഫക്റ്റ് ആഡ് ചെയ്യുക, നമുക്ക് ടെക്സ്റ്റിന് എഫക്റ്റ് ആഡ് ചെയ്ത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബോൾഡ്, അതായത് തിക്നെസ് ഒക്കെ നമുക്ക് കൂട്ടി അതിൻ്റെ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ഇപ്പം തിക്നെസ് കൂടിയുണ്ടോ, ഇപ്പം നമുക്കതിൻ്റെ ബോർഡറിലുള്ള കളർന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം എങ്ങനെയാവുന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പം ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ ജസ്റ്റ് ബോർഡർ ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ ഈ ബ്ലാക്ക് കളർ, നമുക്കങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്കിതിൽ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് വൈറ്റ് ഒന്ന് നോക്കി, വൈറ്റ് ഓൾറെഡി വീക്ക് വൈറ്റ് ആയതുകൊണ്ട് അതെനിക്കൊരു ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓരോ കളർ ഇങ്ങനെ ചൂസ് ചെയ്ത് നോക്കി. ഞാൻ യെല്ലോ കൊടുത്തു. അതിനുശേഷം ബാക്കിൽ വി എന്ന് പറയുന്നതിന് നമുക്കൊന്ന് എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൽ ഇഷ്ടപ്പെട്ടൊരു എഫക്റ്റ് എടുക്കുക. ഞാനിപ്പോൾ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റാണ്. കാരണം ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈനായിട്ട് ഒരു കളർ വന്നിട്ട് അത് നമ്മുടെ ടെക്സ്റ്റിനെ എക്സ്പ്രസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് ഔട്ട്ലൈൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ നടുക്ക് ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തിക്നെസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ അതിൻ്റെ തിക്നെസ് സെറ്റ് ചെയ്തു. അതിൻ്റെ കളർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എനിക്ക് വൈറ്റിൻ്റെ അകത്ത് എപ്പോഴും യെല്ലോ അല്ലെങ്കിൽ ബ്ലാക്കാണ് എനിക്കിഷ്ടം. കണ്ടോ, ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ TV എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ ഐക്കൺ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ. കണ്ടോ, ഇപ്പോൾ TV എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. TV എന്ന് പറഞ്ഞാൽ TutorVault എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ലോഗോയാണ് ക്രിയേറ്റ് ചെയ്തത്. ഈ യെല്ലോ കളറങ്ങ് മാറ്റാം, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനായിട്ട് നമുക്ക് എഫക്റ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഔട്ട്ലൈൻ എടുക്കുക. നമ്മൾ കളർ ഏത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കളർ നമ്മൾ ജസ്റ്റ് ഗ്രേഡിയൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻറ്റ് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കട്ടെ. ഓക്കെ, ബ്ലാക്ക് അടിപൊളി തന്നെയാണ്. ബ്ലാക്ക് ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള, ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ലോഗോ ആയി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാണ്ട് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു ഐക്കണുണ്ട്, ഈ ഒരു ഡൗൺലോഡിങ് ഐക്കണുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നടുക്കത്തെ അല്ല, റൈറ്റ് സൈഡിലെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഐക്കൺ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ്, ഷെയർ ലിങ്ക്, ജിമെയിൽ, പ്രിൻറ്റ് യുവർ ഡിസൈൻ. ഇത് നമുക്ക് പ്രിൻ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിന് ഇൻവൈറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാം. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, ട്വിറ്ററിലേക്ക്, പിൻട്രസ്റ്റ്, ലിങ്ക്ഡിൻ, നമുക്ക് ഏതിലേക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഓരോ ഓപ്ഷനും നിങ്ങൾ മാറ്റേണ്ട. ഡിഫോൾട്ടായിട്ട് വരുന്ന ഈ PNG സജസ്റ്റഡ് എന്ന് പറയുന്ന ഈ ഫോർമാറ്റിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. വേറെ സൈസും ക്വാണ്ടിറ്റിയും ഒരു കാര്യങ്ങളും മാറ്റേണ്ട. കാരണം നിങ്ങൾ പ്രീമിയം വേർഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഒരു പ്രീമിയം വേർഷൻ അല്ല, ഒരു ഫ്രീ വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പ്രിപ്പയറിങ് യുവർ ഡിസൈൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലോഗോ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഏതിലേക്ക് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ സേവ് ചെയ്ത ഫോട്ടോ അതിൽ PNG ലോഗോ അതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു, ഓൾ ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത നമ്മുടെ പ്രൊഫഷണൽ രീതിയിലുള്ള ലോഗോ ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറാക്കി അല്ലെങ്കിൽ പ്രൊഫൈൽ ലോഗോ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സെറ്റിങ്സിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ ഈ സെൻറ്ററിൽ കാണുന്ന
ഈ ഒരു സർക്കിളില്ലേ അതാണ് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ലോഗോ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഐക്കൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ലോഗോ സെലക്ട് ചെയ്ത് ഇതിലേക്ക് പ്രൊഫൈൽ പിക്ചറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് നിങ്ങളുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലോഗോ സെറ്റാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിന് ഒരു പ്രൊഫഷണൽ രീതിയിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾക്ക് ലോഗോ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെൻ്റെ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. തീർച്ചയായും അത് നമ്മുടെ ചാനലിനും അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഗുണകരമായിരിക്കും. നിങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മുടെ വീഡിയോനെക്കുറിച്ചുള്ള എല്ലാ കമൻസുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നമ്മളിൽ നിന്ന് കൂടുതലായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക മാക്സിമം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക.